നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു മിസ്സിങ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സമ്പത്തിനെ അത് ബാധിക്കും. അതിൻ്റെ സൗത്തിലാണ് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര തന്നെ വർക്ക് ചെയ്താലും നിങ്ങൾക്കൊരു പേരോ പ്രസിദ്ധിയോ അംഗീകാരമോ ഇല്ലാത്തൊരവസ്ഥ ആ ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കും. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ വരാൻ സാധ്യതയുള്ള ചില വാസ്തുദോഷങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സൗത്ത് ഈസ്റ്റ്, അതായത് എൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു മിസ്സിങ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സമ്പത്തിനെ അത് ബാധിക്കും. നിങ്ങളുടെ പൈസ അവിടെ നിൽക്കില്ല. അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിൻ്റെ സൗത്തിലാണ് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര തന്നെ വർക്ക് ചെയ്താലും നിങ്ങൾക്കൊരു പേരോ പ്രസിദ്ധിയോ അംഗീകാരമോ ഇല്ലാത്തൊരവസ്ഥ ആ ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കും. അതുപോലെ നിങ്ങളുടെ ആ ബിൽഡിങ്ങിൻ്റെ സൗത്ത് വെസ്റ്റിലാണ് നിങ്ങളുടെ മെയിൻ ഡോർ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടക്കലത്തിൽ വെള്ളം കോരുന്നൊരവസ്ഥയായിരിക്കും. എത്ര ജോലി ചെയ്താലും പോക്കറ്റിൽ പൈസ കാണത്തില്ല. അതേസമയം അതിൻ്റെ വെസ്റ്റ് നിങ്ങൾക്ക് മിസ്സിങ്ങോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ടോയ്ലറ്റോ വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിനൊരു പുതിയ ബ്രാഞ്ച് തുടങ്ങണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അടുത്തത്, നോർത്ത് വെസ്റ്റ് ഭാഗം മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന ക്ലയന്റുകൾ അല്ലെങ്കിൽ കസ്റ്റമർ വളരെ കുറവായിരിക്കും. നോർത്തിൽ ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഈ സ്ഥാപനം നേരിട്ടുകൊണ്ടേയിരിക്കും. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഒരു മിസ്സിംഗ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ കറക്റ്റ് വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. ഇതിലൊരു ഈസ്റ്റിലാണ് ഒരു പ്രോബ്ലം ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്കോ മുതലാളിക്കോ എപ്പോഴും ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകാം. അങ്ങനെ ഓരോ ദിക്കുകളും നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ഈ 8 ദിക്കും ബ്രഹ്മസ്ഥാനവും കറക്റ്റായിട്ടൊരു ഓഫീസോ സ്ഥാപനമോ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കിട്ടില്ല. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള ചില സംഗതികളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ കന്നിമൂലയുടെ കാര്യം, രണ്ടെന്ന് പറയുന്നത് ഈശാനകോണിൻ്റെ കാര്യം, മൂന്നെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ്. ഈ 3 ഭാഗങ്ങളെങ്കിലും വളരെ കൃത്യമായി നിങ്ങൾ നോക്കി കണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് നമുക്ക് പരിഹാരങ്ങൾ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്താൽ പോലും ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇനി നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോവാം. നമുക്ക് ക്രിസ്റ്റൽസ് ധാരാളമായിട്ട് ഇന്ന് ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെങ്ഷുയിൽ ഒരു 5 എലമെൻറ്റിൻ്റെ ഒരു തിയറിയാണ്. അതിൽ ഒരു മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത് എർത്ത് എലമെൻ്റ് ആണ്. അപ്പോൾ എർത്തിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ക്രിസ്റ്റൽസ് ഉപയോഗിക്കാം. ഇത് ഒരു ക്രിസ്റ്റൽ ബോളാണ്. ഇത് നാച്ചുറൽ ആയിട്ടുള്ളതല്ല, ഇത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സ്റ്റോൺ ആണ്. പക്ഷേ ഇത് എർത്തിനെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഒരു വീടിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ ഇതിലത്തെ 2 ക്രിസ്റ്റൽ ബോളുകൾ അവിടെ ഹാങ് ചെയ്യുന്നത് അതിനൊരു പരിഹാരമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് അമിത്തിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് എപ്പോഴും ഒരു സ്പിരിച്വൽ എനർജി ഉണ്ടാവാനും ഒരു ഡിവൈൻ സപ്പോർട്ടിങ് നമുക്ക് ഉണ്ടാവാനും നമുക്ക് ഈ അമിത്തിസ്റ്റിൻ്റെ ബ്രേസ്ലെറ്റ് ധരിക്കാം. ഈ അമിത്തിസ്റ്റിന് തന്നെ ക്ലസ്റ്റർ ഉണ്ട്, ഇതിൻ്റെ ജിയോഡ് എന്ന് പറയും. ഇത് നമ്മുടെ ബെഡ്റൂമിലൊക്കെ വെക്കുന്നത്, ഇതിലേക്കുള്ള ബെഡ്റൂമിലും വെക്കാം, നമുക്ക് ജുവലറികളിൽ വെക്കാം, അതേപോലെ തന്നെ നമുക്ക് ഷോപ്പുകളിലൊക്കെ വെക്കാം. അതിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും നല്ലൊരു പോസിറ്റീവ് എനർജി എപ്പോഴും സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാനും ഈ ജിയോഡുകൾ നമ്മളെ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.